നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ കണ്ണ് നിറയുന്ന സംഭവമാണ് സനാതനധർമ്മം എന്നുള്ളത് നിലനിന്നു. അതിൽ എല്ലാ ജനങ്ങളും പങ്കുകൊണ്ടു ഉൾക്കൊണ്ടു ജനങ്ങൾ വിജയിപ്പിച്ചു. അത് ജനം ടിവിക്ക് അതിൽ 100% പങ്കുണ്ട്. ഇങ്ങനത്തെ ഓരോ പരിപാടികളും വയ്ക്കുമ്പോൾ നമ്മളെ ഹിന്ദുവിൻ്റെ കാര്യങ്ങൾ, സനാതന ധർമ്മത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അവർക്ക് പഠിക്കാനും കഴിയും. ആ ഒരു രീതിയിലേക്ക് കുട്ടികൾ വരും ചെയ്യും. അവർ തടയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നടത്തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ആ വാക്കിനാണ് നമ്മൾ ശക്തി കൊടുത്തത്. അത് സ്വാമിയുടെ കൂടെ നമ്മൾ നിന്നും ചെയ്തു. 3 വർഷം കൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചൊരു പരിപാടി 3 ദിവസം കൊണ്ട് ഇത്രയും ലക്ഷങ്ങളായി കൂട്ടാൻ പറ്റി. എന്താ പറയുക, എല്ലാവരും ഒത്തുചേരാൻ പറ്റിയ ഒരു സംഗമ വേദിയായി വേദി മാറി. ഇത്രയും നന്നാവുന്നുള്ളൊരു പ്രതീക്ഷ ആദ്യമില്ലായിരുന്നു. അവിടെ വന്നപ്പോൾ ഈ ക്രൗഡൊക്കെ കണ്ടപ്പോൾ വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. നമ്മുടെ ഹിന്ദു ധർമ്മം ഒത്തുകൂടി കാണുമ്പോൾ അത് വലിയൊരു സന്തോഷമായി തോന്നി. 270 വർഷം മുമ്പേ നിന്നുപോയ നമ്മുടെ സ്വത്വം വീണ്ടെടുക്കുക ഈ സ്വധർമ്മത്തിലൂടെ താഴെ കട മുതലും മേലെ കടയുള്ള സമൂഹത്തിലെ മുഴുവൻ പേരെയും പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ മഹാകുംഭമേള ഇവിടെ നടത്തിയിട്ടുള്ളത്. അത് നമ്മുടെ സമാജത്തിൻ്റെ ഒന്നിക്കേണ്ട സമയം ആയി എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സാമിയിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. തിരുനാവായയുടെ മണ്ണിൽ അരങ്ങേറിയ മഹാമാഘ മഹോത്സവത്തിന് സമാപനമാവുകയാണ്. മലപ്പുറത്തിൻ്റെ മണ്ണിനെ ഒരു ആത്മീയ അന്തരീക്ഷം കൊണ്ട് മൂടിയ ഈ മഹാമാഘ മഹോത്സവത്തെക്കുറിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നമ്മൾ വിചാരിച്ചതിനേക്കാളും ഉഷാറായിട്ട് 2 ദിവസം നിന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട്. ഇനിയും കാണണം. നമ്പർ 1 എന്നല്ല, ഇനി നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ കണ്ണ് നിറയുന്ന സംഭവമാണിത്. ഇനി വരുന്ന വർഷങ്ങളിലും ഇത് നടക്കണ്ടേ? തീർച്ചയായിട്ടും വേണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇപ്പോൾ കണ്ടതിൽ കൂടുതൽ ജനങ്ങൾ ഇനിയും ഉണ്ടാകണം ഇവിടെ. ഈ തിരുനാവായിൽ നമുക്കറിയാം ഒരുപാട് പേര് ഇത് മുടക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആളുകളൊക്കെ ഒഴുകിയെത്തുന്ന ഒരു പക്ഷേ കാഴ്ചയുണ്ട്. ശ്രമിച്ചവർ ശ്രമിച്ചോട്ടെ. പക്ഷെ അതൊരു ദൈവം എന്നുള്ളതുണ്ട്, സത്യം. അത് നിലനിൽക്കും. സനാതനധർമ്മം എന്നുള്ളത് നിലനിൽക്കും. അതിൽ എല്ലാ ജനങ്ങളും പങ്കുകൊണ്ടു ഉൾക്കൊണ്ടു ജനങ്ങൾ വിജയിപ്പിച്ചു. അതാണ് ജനം ടി വി. അത് ജനം ടിവിക്ക് അതിൽ 100% പങ്കുണ്ട്. 100 അല്ല 101% പങ്കുണ്ട്. അതിന് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് എത്തിച്ചതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല, ലോകത്തുള്ള ജനങ്ങൾക്കും എത്തിച്ചതിൻ്റെ 100% പങ്ക് അത് ജനം ടിവിക്കാണ്. ഏറ്റവും വിജയം ജനം ടിവിയാണ്. 100 മാർക്ക്. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി പരിപാടി? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. പിന്നെ ഞാൻ ഇന്നലെയും വന്ന് ഇന്നലെ കാണാൻ മുഴുവനായിട്ട് സാധിച്ചില്ല. ഇന്നാണ് അത് ശരിക്കായിട്ട് ഞാൻ ആസ്വദിച്ചു. അടുത്ത 2028 സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് പോയി. ഇപ്പോൾ കഴിഞ്ഞതുകൊണ്ട് ഭയങ്കര സങ്കടവും. ഇപ്പം എനിക്ക് 49 വയസ്സായി. ഇനിയിപ്പോൾ 50 വയസ്സാണ്. ഞാൻ ഉണ്ടാവുമല്ലോ എനിക്ക് പറയാൻ പറ്റൂല. പക്ഷേ ഇന്ന് നമുക്ക് ശരിക്കും ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് അതൊരു പ്രചോദനമാണ് കൊടുക്കുന്നത്, ഇല്ലേ? നമ്മൾ മഹാമാഘം എന്ന് പറഞ്ഞത് കുട്ടികൾക്ക് ശരിക്കും അവരുടേതായിട്ടുള്ള കാര്യത്തിന് മാത്രമേ അവർ പോകുന്നുള്ളൂ. ഇങ്ങനത്തെ ഓരോ പരിപാടികളും വയ്ക്കുമ്പോൾ നമ്മളെ ഹിന്ദുവിൻ്റെ കാര്യങ്ങൾ, സനാതന ധർമ്മത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അവർക്ക് പഠിക്കാനും കഴിയും. ആ ഒരു രീതിയിലേക്ക് കുട്ടികൾ വരും ചെയ്യും. ജീവിതത്തിൽ ആദ്യമായിട്ട് അത്ര നല്ല ഇത് കാണുന്നു. അടക്കാൻ മേലും വന്ന് കണ്ട് ഞങ്ങൾ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നൊക്കെ വിചാരിച്ചു. എല്ലായിടവും ഉള്ള ആളുകളെല്ലാം വരുമല്ലോ. ഗൾഫിൽ നിന്ന് വരെ വിളിച്ചു ചോദിക്കുന്നു പോയോ എന്ന്. ഇവിടെ സജീവമായി പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞാൻ ഈ പ്രയാഗ്രാജിലുള്ള കുംഭമേളയ്ക്ക് പോയിരുന്നു. അതിൻ്റെ ഒരു സെയിം അത്ര തന്നെ വിശാലമായ ഗ്രൗണ്ട് അല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഉള്ള സ്ഥലത്ത് അതേപോലെയുള്ളൊരു കുംഭമേള നമുക്ക് നടന്ന പോലെയാണ് അനുഭവം. ഇവിടെ വന്നവർക്കൊക്കെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി സേവനം ചെയ്യാൻ നമ്മുടെ സേവാഭാരതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പല വ്യക്തികളും നമ്മളോട് വിളിച്ചിട്ട് പറയാറുണ്ട്, നിങ്ങളെ സേവനം കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ വിജയത്തിൻ്റെ ബാക്കിൽ നിങ്ങളാണ് എന്ന് നമ്മുടെ സ്വാമിയോട് കുറേ പേര് പറയുകയും സ്വാമി അത് നമ്മളോട് വൈകിട്ടിരിക്കുന്ന സമയത്ത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു മഹാകുംഭമേള ഇനി അടുത്ത വർഷം മുതൽ നല്ല രീതിയിൽ നടത്തി ഈ പാകപ്പഴവുകളൊക്കെ തീർത്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നമുക്കും ആഗ്രഹം. നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ഒരു അഭിമാനം തന്നെയാണ്. 270 വർഷം മുമ്പേ നിന്നുപോയ നമ്മുടെ സ്വത്വം വീണ്ടെടുക്കുക ഈ സ്വധർമ്മത്തിലൂടെ എന്നുള്ള തരത്തിൽ നമ്മുടെ എല്ലാ താഴെ കട മുതലും മേലെ കടയുള്ള സമൂഹത്തിലെ മുഴുവൻ പേരെയും പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ മഹാകുംഭമേള ഇവിടെ നടത്തിയിട്ടുള്ളത്.
അത് നമ്മുടെ സമാജത്തിൻ്റെ ഒന്നിക്കേണ്ട സമയം ആയി എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സ്വാമിയിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തന്നെ എത്ര ഭക്ഷണമാണെങ്കിലും ആൾക്കാർ വരുന്നവർക്കൊക്കെ കൊടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയായിരുന്നു. പക്ഷേ എങ്കിലും വളരെ കമ്മിയായിട്ടുള്ള ആൾക്കാരായിരുന്നു വന്നിരുന്നത്. ഒരു 5000, 6000, പിന്നെ അങ്ങനെ കൂടി ഒരു ഏകദേശം ഒരു 8 ദിവസം, 9 ദിവസം, 10 ദിവസമൊക്കെ ആയപ്പോഴത്തേന് പൊടുത്തമിട വരവായി. പിന്നെ അന്നദാനം വെച്ചിട്ട് തന്നെ തികയാത്തൊരു അന്തരീക്ഷമായി. മിഞ്ഞാന്നൊക്കെ പിന്നെ ഇവിടെ വെച്ച ഭക്ഷണം കഴിയില്ല, അവിടെ വെച്ച ഭക്ഷണം കഴിഞ്ഞു. പിന്നെ റോഡുകളിൽ വരുന്ന ആൾക്കാർക്ക് പാർക്കിംഗ് സൗകര്യത്തിനാണ് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷെ എന്നാലും ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കുറേ നടന്നു പോയി. എന്നാലും ഇപ്പോൾ വളരെയധികം ഭംഗിയോട് കൂടിയിട്ട് ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ കാര്യം വിജയിച്ചാൽ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ UP-ൽ കുംഭമേളയ്ക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് പറ്റിയിട്ടുണ്ടായില്ല. പക്ഷേ ഇവിടെ ഇതിങ്ങനെ വരും എന്നുള്ളത് അറിയില്ല. അപ്പോൾ നല്ല സന്തോഷം, മനസ്സ് നിറഞ്ഞു. പിന്നെ ഇവിടുന്ന് വന്ന് സ്വാമിയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചു. നല്ല ഇതായിരുന്നു, സ്നാനം ചെയ്തു, എല്ലാം വളരെ ഭംഗിയായിരുന്നു. പ്രത്യേക അനുഭൂതിയായിരുന്നു ഇതിലുണ്ടായിരുന്നു. ഇത് എല്ലാവരും ഇവിടെ വന്ന് തീർച്ചയായിട്ടും പങ്കെടുക്കേണ്ട ഒരു ഇതാണ്. ഞങ്ങളെപ്പോലുള്ളവർക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കുക, എല്ലാം മനസ്സിലാക്കുക. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഒന്നുകൂടി വരണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് വന്നതാണ്. സ്വാമിജി സംസാരിച്ച പോലെ തന്നെ, എൻ്റെ ട്രസ്റ്റ് ഹെഡ് സംസാരിച്ച പോലെ തന്നെ 3 വർഷം കൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചൊരു പരിപാടി 3 ദിവസം കൊണ്ട് ഇത്രയും ലക്ഷങ്ങളായി കൂട്ടാൻ പറ്റി. അതേ തന്നെ നല്ലൊരു എന്താ പറയുക, എല്ലാവരും ഒത്തുചേരാൻ പറ്റിയ ഒരു സംഗമ വേദിയായി നീളാവേദി മാറി. എനിവേ താങ്ക് യു ഫോർ ദ ഓൾ. ഇങ്ങനെ ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. വളരെയധികം സന്തോഷം. ഇങ്ങനെ ഒരു പുണ്യ സ്നാനം 6 ദിവസം 6 പ്രാവശ്യം വന്നു. എല്ലാം എനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഹിന്ദു ധർമ്മം ചേർന്ന് ഇങ്ങനെ ഒത്തുകൂടി കാണുമ്പോൾ അത് വലിയൊരു സന്തോഷമായി തോന്നി. ഇവിടെ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ കുംഭമേള തിരുനാവായ നടക്കുന്നത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് പങ്കാളിയാവാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കേരളത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ട് വയ്ക്കുമ്പോൾ അതിൽ പിന്നെ വളരെ ഇതായിട്ട് തന്നെ നമ്മൾ അതിനോടനുബന്ധിച്ച് പിന്നെ ഓരോ ആളുകളും വളരെ ഭക്തിപൂർവ്വം തന്നെ അതിൽ സ്നാനം ചെയ്തിട്ടും എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടും സേവാ പ്രവർത്തനത്തിനൊക്കെ വളരെ സജീവമായതിൽ വലിയൊരു സന്തോഷം ഞങ്ങൾക്ക് പ്രകടിപ്പിക്കാറുണ്ട്. ഞങ്ങൾ വീട് പഴമള്ളൂരാണ്. ഞങ്ങൾ പഴമള്ളൂർ ഈ മലപ്പുറം ജില്ലേൻ്റെ ഒരു ചെറിയൊരു കുഗ്രാമമാണ്, ഉള്ളിലേക്കുള്ള ഒരു കുഗ്രാമമാണ്. അതിൽ നിന്നാണ് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജനത്തിരക്കിലേക്ക് വന്നത് എന്ന് ഞങ്ങൾക്ക് വളരെ അഭിമാനം, ഇതിൽ പങ്കെടുത്തതിലും വളരെ സന്തോഷമൊക്കെ ഉണ്ട്. ഞങ്ങളിത് ആരംഭത്തിലെ ലൈവ് കണ്ടു. അപ്പം ഞാനിത് ലാസ്റ്റിൽ ഇവിടെ എത്തിച്ചേരുന്നു ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് ഇവരുടെ കൂടെയൊക്കെ നന്ദി പറയാനുണ്ട്. അവരെന്നെ വിളിച്ചിട്ട് ഇവിടെ എത്തിച്ചു. നിങ്ങളൊക്കെ കണ്ടതിലും വളരെ സന്തോഷം. ഇത് കാണാൻ കഴിഞ്ഞതിൽ, ഈ ഭൂമിയിൽ എത്തിച്ചേരാൻ പെട്ടതിലും ഭയങ്കര സന്തോഷം. അങ്ങനെ മഹാമാഘ മഹോത്സവം കഴിഞ്ഞ് മടങ്ങുകയാണ് എല്ലാവരും. ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ആത്മീയ അനുഭവം ഉണ്ടായ സംതൃപ്തിയോടുകൂടി ഒരു പിടി നല്ല ഓർമ്മകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇനിയൊരു കാത്തിരിപ്പാണ് അടുത്ത വർഷത്തേക്ക് ഇതുപോലെയുള്ള മഹാമാഘ മഹോത്സവം തിരുനാവായയുടെ മണ്ണിൽ എത്തുന്നത് കാണാൻ ജനങ്ങളും നമ്മളും.